ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ വരട്ടാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, കര കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ വെള്ളം കൂടി വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആറ്റുതീരത്തായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വളരെ കഷ്ടമാണ് അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് ആകെയുള്ളൊരു വഴിയാണ് ഇതാ നോക്ക്, അട്ടയും പാമ്പും ഒക്കെ നിറഞ്ഞ ആറ്റുതീരത്തുള്ള വഴിയിലൂടെ വേണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ. ശരിക്കും പറഞ്ഞൊരു നടപ്പാത മാത്രമേ ഉള്ളൂ. ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പം നമ്മളിവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ മഴ തകർത്ത് പെയ്യുകയാണ്. പാപ്പച്ചി വണ്ടികൾ അവിടുന്ന് രാവിലെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതുവഴി കൂടെ നടക്കാനേ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ 2 വണ്ടികൾ മാറ്റുവാണ്. ഹായ് ഫ്രണ്ട്സ്, നേരം ഉച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ വീടിൻ്റെ തൊട്ടരികാണ് കാണുന്നത് കേട്ടോ. വരട്ടാറാണിത്, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. നമ്മുടെ പറമ്പിലേക്ക് വെള്ളം കയറുന്ന കാഴ്ചയാണിത്. വീട്ടിലേക്ക് എത്തുന്ന ഏക വഴി ഇത് തന്നെയാണ്. സ്കൂളിലേക്ക് എത്തുന്നതും ഇതുവഴി കൂടെ തന്നെയാണ്. പാപ്പച്ചി ഹാർമോണി എടുത്തുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളം നീന്തി കിടക്കുന്നത്. കുഞ്ഞിന് കുറച്ച് സ്ഥലങ്ങളിൽ നിലയില്ല, ആഴക്കൂടുതലാണ്. അപ്പം എടുക്കാവുന്ന സാധനങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ കൂടെ മമ്മച്ചി ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ നീന്തി കിടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കരെ എത്തിയാൽ മാത്രമേ നമുക്ക് റോഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആഴക്കൂടുതലാണ്, വെള്ളം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ വെള്ളം കൂടി വന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളും വെള്ളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട്, പാമ്പുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വരുള്ളൂ. പാറ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ നോക്ക്, നന്നായിട്ട് അതിശക്തമായിട്ട് തന്നെ വരട്ടാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന ഏക നടപ്പാതയാണിത്. ഇത് വളരെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പഞ്ചായത്ത് നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണത്. ഇതാണ് നമ്മുടെ വീട്. അങ്ങ് ദൂരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കരയിലോട്ട് നീന്തി അടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ തന്നെ അങ്ങ് മാറ്റി ദൂരെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന എന്ന് പറയുന്നത് പോലെ ഈ അവസരത്തിൽ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് നല്ല ജാഗ്രതയാണ് കേട്ടോ. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ തന്നെ മീൻ പിടിക്കാനുള്ള കൂട് തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കടലിലെ മീൻ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ് ആറ്റ് മീനിന്. അപ്പോൾ ഇങ്ങനെ കൂടിട്ടിരിക്കുന്നതുകൊണ്ട് ഒഴുക്ക് വെള്ളത്തിൽ ഈ കൂട്ടിലും ധാരാളമായിട്ട് മീൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കൂട് കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.